വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചെന്നൈ വിശാഖപട്ടണം ട്രാവലിന് ശേഷം നമ്മൾ വിശാഖപട്ടണം ടൗണിലേക്ക് കയറി. ഒരു ദിവസം ഫുള്ളായിരുന്നു. അതായത് രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 5-6 മണി വരെയായിരുന്നു നമ്മൾ വിശാഖപട്ടണം ടൗണിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്ത കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വിശാഖപട്ടണം എന്ന് പറഞ്ഞാൽ മെയിൻലി ആന്ധ്രാപ്രദേശിൻ്റെ ഒരു 3 തരത്തിൽ നമുക്ക് പറയാം. സ്പോർട്സ് സിറ്റി എന്ന് പറയാം, ബീച്ച് സിറ്റി എന്ന് പറയാം, പിന്നെ അതും കൂടാണ്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ വിശാഖപട്ടണത്തിൽ ഏകദേശം രാവിലെ ഒരു 9 മണി 9:30 ഇടക്കാണ് എത്തിയത്. അപ്പം തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സിറ്റിയിലേക്ക് കയറിയ ഉടനെ തന്നെ കംപ്ലീറ്റ് ഒരു റിഫൈനറീസിൻ്റെയും ഫാക്ടറീസിലേക്കൊക്കെ ആളുകൾ വർക്ക് ചെയ്യാൻ പോകാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം നമ്മൾ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തപ്പം ഈ വിശാഖപട്ടണം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ്റെ ഈ പറയുന്ന നാവൽ ഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, നാവീൻ്റെ ഓഫീസസ്, നാവീൻ്റെ റെസിഡൻഷ്യൽ ഏരിയ, അങ്ങനെ മൊത്തം നമ്മുടെ നാവൽ ഫോഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ആ സിറ്റിയിൽ കയറി ഉടനെ തന്നെ കാണാം കേട്ടോ. അങ്ങനെ ആ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ RK ബീച്ച്, രാമകൃഷ്ണ ബീച്ചിലേക്കാണ് പോയത്. രാമകൃഷ്ണ ബീച്ച് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബീച്ച് ഉണ്ട് നമുക്ക് അവിടെ വിശാഖപട്ടണത്ത്. കുറേ ബീച്ച് നമുക്ക് കിട്ടും. പക്ഷേ ഈ രാമകൃഷ്ണ ബീച്ച് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഈ ബീച്ചുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ബീച്ച് ഇതാണ്. കാരണം ഇതിൻ്റെ അരികിലാണ് അല്ലെങ്കിൽ തീരത്താണ് നമ്മുടെ INS കൊർസൂറ സബ്മറൈൻ മ്യൂസിയം ഉള്ളത്. അപ്പോൾ നമ്മൾ വിശാഖപട്ടണം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ INS കൊർസൂറ വിസിറ്റ് ചെയ്യാണ്ട് നമുക്ക് വരാൻ പറ്റില്ല. അതാണ് മെയിൻ കാര്യം. അപ്പം നമ്മൾ RK ബീച്ചിലേക്കാണ് പോയത്. അപ്പം ഞാൻ അജ്മലും ഞങ്ങൾ 2 പേരും ഒരു ദിവസം പകല് വിശാഖപട്ടണത്ത് സ്പെൻഡ് ചെയ്തപ്പം മെയിൻലി നമുക്ക് RK ബീച്ചാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് മ്യൂസിയംസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യണം. ഒരു പകൽ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കാണുന്ന പലരും ഇപ്പോൾ കൊൽക്കത്തയിലേക്കായാലും നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു ഡേ ആയിരിക്കും ചിലപ്പം ഈ പറയുന്ന വിശാഖപട്ടണം ജസ്റ്റ് പാസ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ കുറച്ച് സമയത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടാലോ? വിശാഖപട്ടണത്തിൽ ഇപ്പം നമ്മൾ ടൗണിലെത്തിയത്. വിശാഖപട്ടണത്തിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ് ഒരുപാട് ബീച്ചസ്. ആന്ധ്രാപ്രദേശിൽ തന്നെ ബീച്ച് സിറ്റി എന്നറിയപ്പെടുന്നതാണ് വിശാഖപട്ടണം. അതിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ RK ബീച്ചാണ്. RK ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം ഈ കാണുന്നില്ലേ, എപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബോട്ട്സും ഷിപ്സും എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഇപ്പം ആ നിർത്തിയിട്ട ഷിപ്പില്ലേ, അത് ഇപ്പം ഞാൻ ഈ സെലസ്ട്രോൺ ഇതിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്മേൽ എഴുത്തൊക്കെ വായിക്കാം. അത് ഡ്രഡ്ജിങ്ങിന് വേണ്ടി നിർത്തിയത്, അതിന്മേൽ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് സമയമുള്ളൂ വിശാഖപട്ടണം സിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബീച്ചിൽ വരണം. അപ്പോൾ ഈ ബീച്ചിൽ ഇപ്പൊ റൈറ്റ് സൈഡിൽ ഇത് ആ കാണുന്നതാണ് ഡോൾഫിൻ നോസ് എന്നറിയപ്പെടുന്ന സ്ഥലം. അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ പേര് വന്നിരിക്കുന്നത്. ഇത് നേവിക്കൊക്കെ തന്നെ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ അവിടെ ഒരു പോർട്ടാണ്. അത് നമ്മൾ ഈ സെലസ്ട്രോൺ സ്കൈ മാസ്കിലൂടെ നോക്കുന്ന സമയത്ത് അത് കറക്റ്റ് കാണാം. ശരിക്കും അത് ഫുള്ള് കണ്ടെയ്നേഴ്സ് ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഈ ബീച്ചിന്റെ ലെഫ്റ്റ് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ കൂടാരങ്ങൾ ടെന്റ് വെച്ചിട്ട്, അതാണ് ബീച്ച് ലൈഫ് എന്ന് പറയുന്നത്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ബീച്ചിൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ നൈറ്റാ ഇവിടെ.
അത് ചെറിയ ഫുഡ് ഐറ്റമൊന്നുമല്ല, ഇവിടെ ഫുൾ ഒരുപാട് ഫുഡ് ഏരിയ ആണ്. ഫുഡിന്റെ ഒരു കേന്ദ്രം തന്നെ ഓപ്പൺ ആവും അത്ര ഈവനിങ്ങിൽ. നമ്മളിപ്പോൾ ഡേ ടൈമിലാണ് വന്നത്, ഒരു 8:30 9 ആയപ്പോഴത്തേക്ക് നമ്മൾ വിശാഖപട്ടണം സിറ്റി ടച്ച് ചെയ്തു. അപ്പം നമ്മൾ നേരെ ഈ ബീച്ചിലേക്കാണ് വന്നത്. വെയിൽ തോന്നുന്നുണ്ടെങ്കിലും തണുത്ത കാറ്റാണ് അടിക്കുന്നത് കേട്ടോ. അത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് പറയുന്നത് ഇവിടെ ഉള്ളവര്. ബീച്ചിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ലൈവാണ്, ഒരുപാട് പേര് വരുന്നുണ്ട്, ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്. എല്ലാ ബീച്ചും പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നുണ്ട്. ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് ഈ ബീച്ച്. നമുക്കങ്ങനെ മടുക്കുന്നില്ല ബീച്ചിൽ നിന്നിട്ട്, പ്രത്യേകിച്ച് ചൂടില്ല. വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ആംബിയൻസാണ്. ഒരു ഏരിയ കംപ്ലീറ്റ് തെങ്ങാണ്. AK-726. ഇത് യുദ്ധസമയത്ത് നമുക്ക് ബോത്ത് ലാൻഡിൽ നിന്നും സീയിൽ നിന്നും നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. ഒരു സബ്മറൈൻ സ്റ്റൈൽ എന്താണ്, മിലിറ്ററി സബ്മറൈൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരേണ്ട ഒരേ ഒരു സ്ഥലം നമ്മുടെ രാജ്യത്ത് ഇത് മാത്രമേ ഉള്ളൂ. വിശാഖപട്ടണത്ത് RK ബീച്ചിൻ്റെ തീരത്ത് ഉള്ള ലിവിങ് മ്യൂസിയം. അതാണ് INS കൊർസുറ സബ്മറൈൻ മ്യൂസിയം. IN-312 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്, യുദ്ധവിമാനം. അപ്പോൾ അതിലെങ്ങനെയാണ് കമ്പോണൻറ്റ്, എങ്ങനെയൊക്കെയാണ് മിസൈൽ ഇടുക, എങ്ങനെയാണ് ബോംബിടുക, കമ്പോണൻസ്, പിന്നെ ഒരു രക്ഷാ വിമാനമായിട്ട് എങ്ങനെയാണ് വരിക, ഈ എല്ലാ ഡീറ്റെയിലും അവർ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. വിത്ത് ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഫ്ലൈറ്റും അങ്ങനെ പറയാം. സർവീസിൽ നിന്ന് കഴിഞ്ഞ് സബ്മറൈൻ്റെ സാമ്പിൾ വെച്ച പോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ പാസഞ്ചർ ഫ്ലൈറ്റിലല്ലാണ്ട് ഇങ്ങനെ ഒരു യുദ്ധവിമാനത്തിൽ കയറേണ്ട ഒരു സാഹചര്യം നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇതിൽ കയറാൻ പറ്റുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സ്പോട്ടായിട്ടുള്ള സ്ഥലത്ത് വന്നേക്കാണ്. ഇതാണ് കൈലാസഗിരി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, കൈലാസഗിരി എന്ന് പറയുമ്പോൾ തന്നെ ശിവപാർവതിയുടെ 40 അടി ഉയരമുള്ള 40 ഫീറ്റിലുള്ള സ്റ്റാച്യൂസ് ആണ്. പിന്നെ ഇതൊരു വലിയ ഹിൽ ടോപ്പാണ്. ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട ബീച്ച്, ഫോർട്ടൊക്കെയാണ് മേജർ അട്രാക്ഷൻ, വ്യൂ പോയിന്റ് ആണ്. ഇവിടെയൊക്കെ 2 രീതിയിൽ വരാം. ഒന്ന് റോപ്പ് വേയിൽ ഡയറക്റ്റ് റോപ്പ് വേ ഉണ്ട് താഴ്ന്ന്, പിന്നെ ഒന്ന് റോഡ് വേ ഉണ്ട്. ഇപ്പം ഞാൻ റോഡ് വേ വഴിയാണ് വന്നത്, അല്ലാതെ റോഡ് വേ കൂടിയും നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ആ സ്റ്റാച്യു, കൈലാസഗിരിയിലെ സ്റ്റാച്യു. അപ്പം വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇതാണ് വിശാഖപട്ടണം.
വിശാഖപട്ടണം ഇതല്ല, ഇതിലും വലുതാണ്. പക്ഷെ ഒരു കുഞ്ഞു ദിവസത്തെ ഞങ്ങളുടെ വിശാഖപട്ടണം വിസിറ്റ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വിശാഖപട്ടണത്തിനെ പറ്റിയൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എല്ലാവരും വാട്ട് യു തിങ്ക്, അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോനെ പറ്റിയിട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇപ്പം ചെയ്യണം, എന്നാലാണ് ഒരു പഞ്ചുള്ളൂ.